ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിലെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനെ തുരത്താൻ ഔതക്കുട്ടിച്ചായൻ അവളെ കണ്ടതും ആകെ അമ്പരന്ന് നിന്നുപോയി. തന്റെ ഭാര്യ ചിന്നമ്മയുടെ തനി സ്വരൂപമാണ് അവൾ. അലീന സ്റ്റാൻലിയുടെ മകളാണോ എന്നറിയാൻ ഒരു DNA ടെസ്റ്റ് നടത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കുമുണ്ട് ചിന്നമ്മയുടെ സാമ്യം. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ തന്റെ കൊച്ചുമകളാണെന്ന് ഔതക്കുട്ടിച്ചായൻ തിരിച്ചറിഞ്ഞു. എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അവൾ. സ്റ്റാൻലിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്നറിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നല്ല ഔതക്കുട്ടിച്ചായൻ വിചാരിച്ചത്. കുറച്ച് പൈസ കൊടുത്ത് അതങ്ങ് ഒതുക്കി തീർക്കാമെന്നായിരുന്നു ഔതക്കുട്ടിച്ചായൻ വിചാരിച്ചത്. എന്നാൽ അവളെ കണ്ടതും ഔതക്കുട്ടിച്ചായന്റെ മനസ്സാകെ അലിഞ്ഞുപോയി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളെ എവിടെന്ന് പറഞ്ഞയക്കത്തില്ലെന്ന് ഔതക്കുട്ടിച്ചായൻ ഉറപ്പിച്ചു. തന്നെ ഇറക്കി വിടാനല്ലേ വല്യപ്പച്ചൻ വന്നതെന്നുള്ള അലീനയുടെ ചോദ്യം കേട്ടപ്പോൾ ഔതക്കുട്ടിച്ചായന് വല്ലാത്ത വിഷമം തോന്നി. അയാൾ പറഞ്ഞു, ഇവിടെ വന്ന് ഒരു ചൂലെടുത്ത് നിന്നെ അടിച്ചോടിക്കാൻ വന്നതല്ല ഈ വല്യപ്പച്ചൻ. ഏതായാലും മോളിരിക്കെ, ഈ വല്യപ്പച്ചന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അല്ല വല്യപ്പച്ചൻ എന്താ വേണ്ടത് കുടിക്കാനോ? അതൊക്കെ അവൻ തന്നു. ഇത് കേട്ടതും അലീനയ്ക്ക് കാര്യം പിടികിട്ടി. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ ഔതക്കുട്ടിച്ചായനൊന്ന് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ ഔതക്കുട്ടിച്ചായന് ചിന്നമ്മയെ ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ കൂട്ടുകാരുമൊത്ത് കള്ളു കുടിച്ചു വരുമ്പോൾ ചിന്നമ്മ നോക്കുന്ന അതേ നോട്ടം. ഔതക്കുട്ടിച്ചായൻ ഒരു നിമിഷമെങ്കിലും തന്റെ പഴയ ഓർമ്മയിലേക്ക് പോയി. അയാൾ അലീനയെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് പറയാ, എന്തായാലും ലാലിച്ചന്റെ മോളാണല്ലോ നീ. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, ലാലിച്ചനോ? അതാരാ? നിന്റെ അപ്പന് ചിന്നമ്മയിട്ട പേരാ ലാലിച്ചനെന്ന്. ചിന്നമ്മയെന്ന് വെച്ചാ എന്റെ ഭാര്യ, നിന്റെ വല്യമ്മച്ചി. പാവം മരിച്ചുപോയി. അവൾ അങ്ങനെയാ സ്റ്റാൻലിയെ വിളിച്ചിരുന്നത്. പിന്നെ ഞങ്ങളും അത് ശീലമാക്കി. ഇത് കേട്ട് അലീന ചിരിച്ചുകൊണ്ട് പറയാ, ലാലിച്ചൻ നല്ല ഓമനത്തുള്ള പേര്. പക്ഷേ പപ്പയ്ക്ക് ഇതൊട്ടും ചേരുന്നില്ല. ആ ഗൗരവത്തിനും ഗാംഭീര്യത്തിനും സ്റ്റാൻലി ജോസഫ് തന്നെയാ നല്ലത്. ഔതക്കുട്ടിച്ചായൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ഇതൊന്നല്ലായിരുന്നു അവൻ, കടുവയായിരുന്നു, കടുവ. പറഞ്ഞിട്ടെന്താ മോളെ, എന്റെ തനി സ്വഭാവ അവന് കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ട് അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതായത് ഒരു വീട്ടിൽ 2 കടുവയുണ്ടായിരുന്നു എന്നർത്ഥം. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ ഒരുപാട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, അവൻ എങ്ങനെയാ മോളെ നിന്നോടൊരു ഇഷ്ടം തോന്നിയത്? പണ്ടേ അവൻ ആരോടും സ്നേഹമില്ലാത്തവനാ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഓ അങ്ങനെയൊന്നുമില്ല, എന്നോടും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഓ ഒന്ന് കൊച്ചേ, അതെനിക്ക് ഈ മുറി കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ മുന്നേ കണ്ടിട്ടുള്ള മുറിയല്ല ഇത്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആ ചിലപ്പോൾ ഇത്തിരിയൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും, സ്വന്തം മോളാണല്ലോ. പക്ഷെ സ്നേഹത്തോടൊരു വാക്ക് ഇതവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതങ്ങനെയാ മോളെ. അവനെ ആർക്കും പെട്ടെന്നൊന്നും പിടികിട്ടത്തില്ല, അവനാർക്കും പിടികൊടുക്കത്തുമില്ല. ആകെ എന്നോട് മാത്രമേ ഇതിന് മയത്തിൽ സംസാരിക്കാറുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവനോട് മിണ്ടാൻ പോലും പേടിയാ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഏതാണ്ട് അധിക പ്രസംഗമൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് വഴക്കൊന്നും പറഞ്ഞില്ല പപ്പ. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതല്ലയോ മോളെ ഞാൻ ആദ്യമേ പറഞ്ഞത്, അവന് നിന്നോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. വല്യപ്പച്ചൻ എന്റെ മോളേന്നൊന്നും വിളിക്കണ്ട. പിന്നെ എനിക്ക് ഇവിടുന്ന് പോവാൻ മനസ്സ് വരില്ല. പറഞ്ഞയക്കുന്നെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കണം. ഇതുപോലെ സ്നേഹിച്ച് സങ്കടപ്പെടുത്തരുത്. അലീനയുടെ ഈ വാക്കുകൾ കേട്ടതും ഔതക്കുട്ടി വല്ലാതെയായി. അതിന് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് നിന്നെ പറഞ്ഞയക്കണോ വേണ്ടയോന്ന്. അതൊക്കെ ലാലിച്ചനല്ലേ തീരുമാനിക്കേണ്ടത്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, വല്യപ്പച്ചൻ പറഞ്ഞില്ലേലും എനിക്കറിയാം, എന്നെ ഇറക്കി വിടാൻ തന്നെയാണ് വല്യപ്പച്ചൻ ഇന്ന് വന്നതെന്ന്. ഔതക്കുട്ടിച്ചായൻ ഒരു നിമിഷം നിശബ്ദനായി. അവളോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. തീരുമാനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റിക്കൂടെ? ഒപ്പിട്ട എഗ്രിമെന്റ് ഒന്നല്ലല്ലോ അത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം നീ എനിക്കൊരു ചായ ഇട്ടതാ. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, അയ്യോടാ കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞത്? ആ അതൊന്നും സാരമില്ലെന്നേ, നീ പോയി ചായ എടുക്കുമെണ്ണേ. എന്നാ പിന്നെ ഞാൻ പൗലോസേട്ടനോട് പറയാം. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ഒരു ചായ ഉണ്ടാക്കാൻ പോലും നിനക്കറിയില്ലേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ കയറിയ അത് കേണൽ സാബിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ചെന്നൊരു ചായ ഇട്ടുകൊണ്ട് വാ. ഇത് കേട്ടതും അലീന അടുക്കളയിലേക്ക് പോയി. അലീനയുടെ പിന്നാലെ ഔതക്കുട്ടിച്ചായനും. അലീന ചായ ഇടാൻ നോക്കിയപ്പോൾ പൗലോസേട്ടൻ തടഞ്ഞു. കൊച്ചത് അവിടെ വെച്ചേക്ക്, മുതലാളി അറിഞ്ഞ എനിക്ക് ആ വഴക്ക് കേൾക്കുക. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നിന്റെ മുതലാളിയോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. അതോടെ പൗലോസേട്ടൻ മിണ്ടാതെയായി. അങ്ങനെ അലീന ചായ ഇട്ടു. ഒരു ഗ്ലാസ് വല്യപ്പച്ചന്, ഒരെണ്ണം അലീനയ്ക്ക്, ഒരെണ്ണം പൗലോസേട്ടന്. ഔതക്കുട്ടിച്ചായൻ ചായ കുടിച്ചു നോക്കി. നല്ല സ്വാദിഷ്ടമായ ചായ. എന്നിട്ട് പൗലോസിനോടായി പറയാ, ഡാ ഇതിന്റെ പാകം എന്താന്ന് ഇവളോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചോ. ഇത് കേട്ട് അലീന ഔതക്കുട്ടിച്ചായനോട്, ആ കൊള്ളാം, എന്നെ കളിയാക്കിയതാണല്ലേ? ആ ആണെന്ന് വെച്ചോ. എനിക്കിനി ഇങ്ങനത്തെ ചായ മതി, അതും നീ തന്നെ ഇട്ട് തരണം. കള്ളു കുടിച്ച വയറ്റിലേക്ക്
പാലെത്തുമ്പോൾ പിരിഞ്ഞു പോവില്ലേ വല്യപ്പച്ച? ഇത് കേട്ട് അവതക്കുട്ടി ചായൻ പിരിഞ്ഞോട്ടെ, ആർക്കാ ഛേദം? ചിന്നമ്മ ഉണ്ടാക്കി തന്നിരിക്കുന്ന എത്ര ചായ അങ്ങനെ പിരിഞ്ഞു പോയിട്ടുണ്ട്. ചായ കുടിച്ചതിന് ശേഷം അവതക്കുട്ടി ചായൻ ലാലിച്ചന്റെ അടുത്തേക്ക് പോയി. സ്റ്റാൻലി സോഫയിൽ തന്നെ ഇരിപ്പുണ്ട്. മുമ്പിൽ മദ്യക്കുപ്പികളും മദ്യം നിറച്ച ഗ്ലാസുകളും. അവതക്കുട്ടി ഒരു കുപ്പി എടുത്ത് നോക്കി. ആ, ഇത് പകുതിയായല്ലോ ലാലിച്ച. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പന് ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട. അതും പറഞ്ഞ് അവതക്കുട്ടി ചായൻ സെറ്റിയിലോട്ടിരുന്നു. ലാലിച്ച, നീ നിന്റെ കുടി കുറയ്ക്കണം. ഒരു പെങ്കൊച്ചി ഈ വീട്ടിലുണ്ടെന്ന ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അവൾക്കാണെങ്കിൽ ഈ കുടിക്കുന്നവരും വലിക്കുന്നവരൊന്നും ഇഷ്ടമല്ലെന്നാ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ആഹാ അപ്പച്ചൻ, അപ്പൊ ഇതൊക്കെ അവളോട് സംസാരിച്ചോ? ഓ, സംസാരിച്ചു. അത് ശരി. അപ്പൊ സംസാരിച്ചപ്പോ എന്ത് തോന്നി? അപ്പൊ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അവൾ എന്റെ സകല കണക്കൂട്ടലും തെറ്റിച്ചു കളഞ്ഞല്ലോ ലാലിച്ച. ഞാൻ കരുതിയത് എങ്ങാണ്ടെന്നും വലിഞ്ഞു കയറി വന്ന ഒരു അനാഥ പ്രേതമാണെന്ന്. അവൾ എത്ര മിടുക്കി പെൺകുട്ടിയാ. നിന്റെ മോള് തന്നെയാ, അതെനിക്ക് ഉറപ്പാ. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ആ അപ്പൊ പിന്നെ സംശയമൊന്നുമില്ലല്ലോ? എനിക്ക് യാതൊരു സംശയവുമില്ല. അതല്ല ലാലിച്ച എനിക്ക് അതിശയം. നിന്റെ അമ്മച്ചിയില്ലേ ചിന്നമ്മ, അവൾ എവിടെ പോയെന്ന് നോക്കണ്ട. അതേ ചിരി, അതേ നോട്ടം, ആ വർത്തമാനം പോലും ചിന്നമ്മയുടേത് തന്നെ. അവതക്കുട്ടിച്ചായൻ ആത്മസംതൃപ്തിയോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു, നീ ആ കൊച്ചിനോട് ഇത്തിരി കൂടി സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. ഇത് കേട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പോ അപ്പച്ചൻ അവളെ പറഞ്ഞയക്കണ്ടേ? അപ്പച്ചൻ അതിനല്ലേ വന്നത്? അതൊക്കെ ശരിയാ, പക്ഷേ അതൊന്നുകൂടെ ആലോചിച്ചിട്ട് മതി. ഒന്നിലേലും 10-23 വർഷം ഒരു അനാഥാലയത്തിലല്ലടാ അവൾ വളർന്നത്. അതും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഏതായാലും സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അതിന് സമയമില്ലല്ലോ അപ്പച്ചന്. അപ്പച്ചൻ ഉടനെ തിരിച്ചു പോണ്ടേ? എടാ, എനിക്ക് തിരക്കൊന്നുമില്ല. അല്ല, അപ്പച്ചനല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞേ ഉച്ച കഴിഞ്ഞിട്ട് പുനലൂരിൽ ചെന്ന് എന്തോ പരിപാടി ഉണ്ടെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞോ? എന്നാ ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കുന്നു. എനിക്ക് നാളെ പോയാലും മതി. ഇതും പറഞ്ഞുകൊണ്ട് അവതക്കുടിച്ചായൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പൊ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ അപ്പച്ച? ചിന്നമ്മയുടെ അടുത്തോട്ടാണോ? ഇത് കേട്ട് അവതക്കുടിച്ചായൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് വർത്താനം പറഞ്ഞ് തീർന്നില്ലടാ. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ അപ്പച്ച. അവൾ ഓർക്കാപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ഉത്തരം മുട്ടിച്ചു കളയും. ഇത് കേട്ട് അവതക്കുട്ടിച്ചായൻ പറയാ, എടാ പെമ്പിള്ളേരായ അങ്ങനെ വേണം. അതും പറഞ്ഞുകൊണ്ട് അവതക്കുട്ടിച്ചായൻ വീണ്ടും അലീനന്റെ അടുത്തോട്ട് പോയി. അന്നേരം സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് തൊട്ടടുത്തിരുന്ന ജർമ്മൻ ഷെപ്പേർഡിനോടായിട്ട് പറയാം, നോക്കിക്കോ, അപ്പച്ചൻ ഇന്നും പോവത്തില്ല, നാളെയും പോവത്തില്ല. ചിന്നമ്മയെ കിട്ടിയ സന്തോഷത്തിലാ അപ്പച്ചൻ. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് മദ്യം കൂടി സ്റ്റാൻലി അകത്താക്കി. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്